ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചുവന്ന ചെകുത്താന്മാർക്ക് ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത കിട്ടിയതിനെ കുറിച്ചാണ്. വെറും ചുവന്ന ചെകുത്താന്മാരല്ല, മൈക്കൽ കാരിക്കിന്റെ ചുവന്ന ചെകുത്താന്മാർക്ക് അങ്ങനെ തന്നെ പറയണം. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആ കോച്ചിന് കൊടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് വല്ലാതെ കുറഞ്ഞു പോകും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുന്ന ക്ലബ്ബായിരുന്നു എന്ന് ആലോചിക്കണം. 10ാം സ്ഥാനത്തിന് താഴെ കിടക്കണ്ടായിരുന്നു, 7-8 സ്ഥാനങ്ങൾ കിടക്കണ്ടായിരുന്നു. ഇപ്പോ വെറും 3 മത്സരങ്ങളാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇനി അവസാനിക്കാനുള്ളൂ. 35 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോ 3ാം സ്ഥാനക്കാരായിട്ടാണ് അവര് ലീഗിൽ ഇപ്പോ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 5 ടീമുകൾക്ക് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടാന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലിവർപൂൾ വിസസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരം. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം നടന്നത്. അപ്പോ ആ ഒരു ഡെർബിയിൽ ആരായിരിക്കും വിജയിക്കാന്നുള്ള ഒരു ഭയങ്കര ഇതിലായിരുന്നു കളി കാണായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കളിക്ക് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടുന്ന പറഞ്ഞത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനൊക്കെ ഈ ഒരു പാട്ട്, ചാമ്പ്യൻസ് ലീഗിന്റെ ആ സോങ് ഉണ്ടല്ലോ, അത് ഇനി കേൾക്കാം. ആണുങ്ങളെ പോലെ ആ ജേഴ്സി ഇട്ടിട്ട് പുറത്തിറങ്ങി നടക്കാം. ഞാനൊരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനാന്ന് പറഞ്ഞിട്ട് മാളത്തിലാണ്. ഒരു വിധം 90s കിഡ്സ് ഒക്കെയാണ് ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാർ. 90 കിഡ്സ് ഉണ്ടല്ലോ, അവരൊക്കെ ഈ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ തിരിച്ചുവരവിൽ വല്ലാതെ ആഘോഷിക്കുന്നുണ്ട്. ഇറങ്ങി വരണം, നിങ്ങൾ ആഘോഷിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിട്ടിയില്ല, ഒരു ചാമ്പ്യൻസ് ലീഗ് കിട്ടിയില്ല, ഒരു FA കപ്പ് കിട്ടിയില്ല, ഒരു കരബാവ് കപ്പ് കിട്ടിയില്ല, അതൊന്നും വിഷയമല്ല. പക്ഷെ നിങ്ങൾ ഈ സീസണിൽ വളരെ കുറച്ച് മത്സരങ്ങളിൽ മൈക്കൽ കാരിക് എന്ന് പറയുന്ന താൽക്കാലികമായിട്ട് വന്ന ആ കോച്ചിന്റെ അണ്ടറിൽ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് ആഘോഷിക്കുക, പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുക എന്നറിയില്ല, അങ്ങനെ ആഘോഷിക്കണം. ഒരുപാട് കുത്തുവാക്കുകളും അതേപോലെ ട്രോളുകളും അതേപോലെ എന്താ പറയാ, ആ ചങ്ങയുണ്ടല്ലോ, ആ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഓന്റെ മുടിയും കൂടി അടുത്ത 2 മത്സരങ്ങൾ നെത്തിങ്ഹാം ഫോറസ്റ്റും പിന്നെ 2 മത്സരങ്ങളാണ് തന്നെ ഉള്ളത്. ആ 2 മത്സരം കൂടി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഒരു 5 മത്സരം വിജയിക്കും. അതും കൂടി കഴിഞ്ഞാൽ ആ ചങ്ങയുടെ മുടിയും കൂടി വെട്ടി ഈ സീസണിൽ അവന്റെ ആ സോഷ്യൽ മീഡിയയിലുള്ള പരിപാടി കൂടി നിർത്തണം. ആശാന് 5 കളി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കാതിരിക്കുകയാണ് വേണ്ടത്. എന്താ പറഞ്ഞാൽ ആൾക്കുള്ള ആ ഒരു വരുമാനവും അതേപോലെ സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു ഇമ്പാക്റ്റും അതേപോലെ തന്നെ ആ ഒരു വൈറലാവുന്നതൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരിക്കലും 5 മത്സരം വിജയിക്കരുത് എന്നായിരിക്കും ആളും ആളുടെ ഫാൻസൊക്കെ, അല്ലേ? അത് ശരിയല്ലേ? പക്ഷെ യുണൈറ്റഡ് ഫാൻസിനോട് ചോദിക്കണം, അവരുടെ ആ ഒരു കുറെ കാലത്തെ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് യോഗ്യത, അതേപോലെ ചാമ്പ്യൻസ് ലീഗും ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിക്കാനും അങ്ങനെ കുറെ കാലങ്ങളെ ഇങ്ങനെ പടുകുഴിയിൽ കിടക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ തിരിച്ചു വരണം. അതും ഒരു സീസൺ തുടങ്ങിയിട്ട് വളരെ മോശമായിട്ട് ഒരു കോച്ചിനെ സാക്ക് ചെയ്ത ശേഷം പുതിയൊരു താൽക്കാലികമായിട്ടൊരു കോച്ചിനെ കൊണ്ടുവരാം. മൈക്കൽ കാരിക് എന്ന് പറയുന്ന ചെകുത്താന്മാരുടെ ചെകുത്താൻ എന്ന് തന്നെ പറയണം. എമാതിരി വിന്നിംഗ് സ്ട്രീക്കാണ്. ഇടയിൽ 1-2 മത്സരങ്ങൾ തോറ്റു പരാജയപ്പെട്ടു എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ വല്ലാത്തൊരു ചങ്ങായി തന്നെ കേട്ടോ. ഈ ചങ്ങായി വന്ന ശേഷം ബെർണാർഡോ സിൽവ, കാസിമിറോ, അതേപോലെ മാത്യു കുഞ്ഞ, എല്ലാവരും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഡിഫൻസിൽ മുതൽ അതേപോലെ മിഡ്ഫീൽഡിലും അറ്റാക്കിലും ഗോൾ കീപ്പറിലും വരെ ഈ ഒരു ചങ്ങായി ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ചെറുതല്ല, ഒട്ടും ചെറുതായിട്ട് എഴുതി കാണാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ ഒരു ടീമിനെ മൊത്തമായിട്ട് മാറ്റണമെങ്കിൽ വലിയ പണിയാണ്. 1-2 പ്ലേയേഴ്സിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഒരു ടീമിനെ മൊത്തമായിട്ട് വാർത്തെടുത്ത് ആ ഒരു ടീമിനെ വിന്നിങ് മെന്റാലിറ്റിയിൽ അങ്ങനെ ആ സ്പിരിറ്റ് കുത്തിക്കയറ്റിട്ട് അങ്ങോട്ട് ഗ്രൗണ്ടിൽ അങ്ങോട്ട് കാണികൾക്ക് മുന്നിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇങ്ങനെ കളി അങ്ങോട്ട് കയ്യിലെടുത്തപ്പോൾ സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വരാൻ ലിവർപൂൾ. അതിനുശേഷം വിന്നിംഗ് ഗോൾ അടിച്ചിട്ടാണ് കളിയിലേക്ക് നമുക്ക് വരാം. അതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർ ഇനിയും ആ സോങ് കേട്ടിട്ട് ചാമ്പ്യൻസ് ലീഗിന്റെ ആ ഒരു സോങ് ഉണ്ടല്ലോ, ആന്തം, അത് കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടായി എന്നുള്ള കാര്യം തന്നെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. അതും എവിടെയും ഈ സീസണിലും എവിടെ എത്തില്ല. ഒരു യൂറോപ്പ കപ്പ് പോലും യോഗ്യത കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെന്നുള്ള ആരും ആലോചിക്കണം. അതിലെടുത്ത് പറയേണ്ടത് ബെർണാർഡോ സിൽവ എന്ന് പറയുന്ന അവരുടെ ക്യാപ്റ്റൻ തന്നെയാണ്. ഇടയ്ക്കൊന്ന് പരിക്ക് പറ്റി കുറച്ച് കളികൾ ഇല്ലാതിരുന്നു. ആ സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വല്ലാതെ ബുദ്ധിമുട്ടിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ കോച്ച് സാക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ടായത്. അതിനുശേഷം മൈക്കൽ കാരിക് എന്ന് പറയുന്ന പുതിയൊരു കോച്ച് വരാണ്. എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർ ആ ചിലപ്പോൾ പഴയ കോച്ചിന്റെ പേര് വരെ മറന്നിട്ടുണ്ടാവും. എന്താ പറഞ്ഞാൽ എപ്പോഴും മൈക്കൽ കാരിക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒക്കെ എപ്പോഴാന്ന് ചോദിച്ച ആൾക്കാർക്ക് ഉണ്ട്. അവർക്ക് മുന്നിൽ പറയാനായിട്ടുണ്ട് ഞങ്ങൾ ചാമ്പ്യൻസ് ലീഗിൽ എത്തി എന്നുള്ളത്. ഈ ക്യാപ്റ്റന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ എന്താ കാരണം എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ഒരു ടീമിനെ നയിക്കുക മാത്രമല്ല, ഏറ്റവും കൂടുതൽ അസിസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ. 19 അസിസ്റ്റുകളാണ് ഈ സീസണിൽ. ചങ്ങായി അതിൽ കുറെ മത്സരങ്ങൾ പരിക്കായിരുന്നു. അല്ലെങ്കിൽ 21 തോന്നുന്നുണ്ട് ഹയസ്റ്റ് അസിസ്റ്റ് റെക്കോർഡുള്ള. അത് സിറ്റിയുടെ കെവിൻ ഡിബ്രോയിനും അതേപോലെ തന്നെ ആഴ്സണലിന്റെ ഹെൻറിയുടെ പേരിലാണ് തോന്നുന്നു ആ റെക്കോർഡ് ഉള്ളത്. അത് തകർക്കായിരുന്നു. ഇനിയും 3 മത്സരങ്ങളുണ്ട്. ആ 3 മത്സരങ്ങളിൽ ഒരു 2 അസിസ്റ്റ് കൊടുക്കണമെങ്കിൽ ആ റെക്കോർഡിന് തുല്യമാണ്. അപ്പോൾ ഇതൊരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ടീമിനെ ഒന്നായിട്ട് നയിക്കുക, അതേപോലെ ടീമിനെ വിന്നിങ് ഗോളുകൾ അടിക്കുക എന്നല്ല.
ക്യാപ്റ്റൻ പുറകിൽ നിന്ന് അസിസ്റ്റുകൾ കൊടുക്കുക. അതാണ് ഈ ചങ്ങായി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബ്രൂണോ ഫെർണാണ്ടസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ പ്ലെയർ. ചിലപ്പോൾ ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം വരെ ഈ ചങ്ങായിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലോക്കൽ ടീംസിനെ തോൽപ്പിച്ചിട്ടല്ല ഇവർ ഡോണായിട്ട് ഈ അവസാനത്ത് നിൽക്കുന്നത്. തോൽപ്പിച്ചതൊക്കെ വമ്പന്മാരെ തന്നെയാണ്. ആഴ്സണലിനെ, മാഞ്ചസ്റ്റർ സിറ്റിനെ, ചെൽസിനെ, ലിവർപൂളിനെ, അങ്ങനെ എല്ലാം, ടോട്ടൻഹാം ഹോട്ട്സ്പറിനെ, അങ്ങനെ എല്ലാ ടോപ്പ് ടീമുകളെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ തോറ്റിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അത് ശൈലിയാണ്. അവർ ചിലപ്പോൾ വോൾസിന്റെ അടുത്തും ഏറ്റവും അവസാനം കിടക്കുന്ന നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലേക്ക് തോറ്റു വരും. പക്ഷെ ടോപ്പിലുള്ള ഒരു ഇത് കൊടുക്കുന്ന സമയത്ത് ഡെർബി അങ്ങനെയുള്ള ടോപ്പിലുള്ള മത്സരങ്ങളൊക്കെ വരുമ്പോൾ ടോപ്പ് പ്ലെയർ ഇപ്പോൾ കളിക്കുന്ന ഇപ്പോൾ സിറ്റി ആയിക്കോട്ടെ ആഴ്സണൽ ആയിക്കോട്ടെ അവരെയൊക്കെ നല്ല വൃത്തിക്ക് വെട്ടിപ്പിന് തോൽപ്പിച്ചിട്ട് തന്നെയാണ് ഈ സീസണിൽ ഇപ്പൊ നിൽക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചെൽസിനെ 1-0 പരാജയപ്പെടുത്തി. ഇപ്പോ ഇന്നലെ നടന്ന മത്സരത്തിൽ 3-2 ലിവർപൂളിനെ പരാജയപ്പെടുത്തിയത്. ആഴ്സണലിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ആഴ്സണലിനെ പരാജയപ്പെടുത്തിയത് പറഞ്ഞാൽ എത്ര ഗോളിനാ? 3-2 പരാജയപ്പെടുത്തിയത്. അതും അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട്. അതേപോലെ മാഞ്ചസ്റ്റർ സിറ്റി 2-0 പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആസ്റ്റൺ വില്ലയെ 3-1 പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ലിവർപൂളിനെ 3-2 പരാജയപ്പെടുത്തി. മൈക്കൽ കാരിക്കിന്റെ പിള്ളേർ ഒന്നും പറയാനില്ല. ഇനിയിപ്പോ അടുത്ത ഒരു മത്സരം സണ്ടർലാൻഡ് ആയിട്ടും അതേപോലെ തന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആയിട്ടുണ്ട്. ഈ 2 മത്സരം കൂടി ജയിച്ചു കഴിഞ്ഞാൽ ചങ്ങയുടെ മുടി അങ്ങോട്ട് വെട്ടിത്തരാൻ പറ്റും. അതേപോലെ തന്നെ സെറ്റ് പീസിലൂടെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയത് എനിക്ക് തോന്നുന്നു ലാംബാർഡിന്റെ പേരിലാണ് തോന്നുന്നുണ്ട് ലിവർപൂളിന്റെ ഇതിലുള്ളത്. അത് 10 അസിസ്റ്റുകളാണ് സെറ്റ് പീസിലൂടെ ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് ഇന്നലത്തെ മത്സരത്തിനോടുകൂടി നേടിയിട്ടുള്ളത്. പിന്നെ ഈ ലിവർപൂളും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ മത്സരം അവസാനത്തെ 20 മത്സരത്തിൽ ആകെ 4 മത്സരമാണ്. അത് ഇന്നലത്തെ 4 മത്സരമാണ് വിജയിക്കാൻ പറ്റിയിട്ടുള്ളൂ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. ബാക്കിയുള്ള മത്സരങ്ങൾ തോൽവിയും സമനിലയ്ക്കാണ്. അപ്പോൾ അതിനും കൂടിയുള്ള ഒരു പകരം വീട്ടിലായിരുന്നു ഇന്നത്തെ മത്സരം നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ എന്തായാലും അടിപൊളിയാണ്. എന്താ പറയുക, 14 പ്രീമിയർ ലീഗിൽ മത്സരത്തിൽ നിന്ന് 32 പോയിന്റാണ് ഇപ്പോൾ ചങ്ങായി നേടിയിട്ടുള്ള ആര്? മൈക്കൽ കാരിക്ക്. ഇതിന് മുമ്പുള്ള കയ്യിൽ കോച്ച് 20 മത്സരങ്ങൾ വേണ്ടി വന്നു 31 പോയിന്റ് നേടാൻ വേണ്ടിയിട്ട്. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല. അങ്ങനെ എന്താ പറയുക, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊക്കെ ആ ആരാധകർക്കൊക്കെ അങ്ങനെ രോമം കയ്യിൽ എഴുന്നേറ്റ് നിൽക്കേണ്ട വകുപ്പുണ്ട്. അവരൊരു ട്രോഫി നേടിയിട്ടൊന്നല്ല, അവരുടെ ആ ഒരു തിരിച്ചുവരവുണ്ടല്ലോ അത് വേറെ തന്നെയാണ്. അതേപോലെ തന്നെ കാസിമുക്കാന്റെ കാര്യം നോക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഈ സീസണോടുകൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുകയാണ്. ആൾ ഇന്റർ മിയാമിലൊക്കെ ജോയിൻ ചെയ്യുന്നുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് അവസാന സീസൺ എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ആരായിരിക്കും ഈ ഒരു എന്താ പറയാ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഈ 2 സീസണിലായിട്ട് മികച്ച പഠനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സീസൺ നോക്കിക്കഴിഞ്ഞാലും ഗംഭീര പെർഫോമൻസ് ആണ് ചങ്ങയുടെ ഭാഗത്ത്. ആരായിരിക്കും ആ ഒരു വിട്ടപ്പ് നികത്തുക എന്നുള്ള ചോദ്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജ്മെന്റിനോട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു ചോദ്യമാണ്. പുതിയ സൈനികളൊക്കെ വരായിരിക്കും. പക്ഷെ കാസിമിറോയ്ക്ക് പകരം വേറൊരു കാസിമിറോനെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അത് അവർക്ക് ഒരു പ്രശ്നം തന്നെയാണ്. അത് ഏത് വിധത്തിലാണ് ഇനി അവർ പുതിയ സൈന്യങ്ങളിലൂടെ മാറ്റം വരുത്തുക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ നമുക്ക് കളിയിലോട്ട് വരാം. കളി എന്ന് പറഞ്ഞാൽ കളി തുടങ്ങി 6-ാം മിനിറ്റിൽ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാത്യു കുഞ്ഞിലൂടെ ഒരു കിടിലൻ ഗോള്. അത് ഒരു റൈറ്റ് ഫുഡ് കൊണ്ട് ആദ്യം അടിക്കുന്നു, അത് ഡിഫൻഡറെ മേലെ തട്ടി തിരിച്ചു വരുന്നു, വീണ്ടും അത് അടിക്കുന്നു, അത് മെക്കാലിസ്റ്ററിന്റെ ബാക്കിൽ കുണ്ടിക്ക് കൊണ്ടിട്ട് ഇങ്ങനെ റിഫ്ലക്റ്റ് ആയിട്ട് പോയിട്ടാണ് ആ ഗോൾ കയറുന്നത്. ഗോൾ കീപ്പറിനൊന്നും ചെയ്യാൻ കഴിയില്ല. അത് കഴിഞ്ഞു 16-15 മിനിറ്റുകൾ ഇങ്ങനെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു കിടിലൻ ചാൻസ് സെസ്കോയ്ക്ക് കിട്ടുകയാണ്. സെസ്കോ ആ ഗോളാക്കി തന്നെ വിചാരിച്ച നിമിഷത്തിലാണ് ആ ഗോൾ കീപ്പറിന്റെ സേവ്. ആ ബോൾ പോയി കിട്ടിയിട്ട് നേരെ അത് ബെർണാർഡോ സിൽവയുടെ തലയിലേക്കാണ് വരുന്നത്. റിട്ടേൺ വരികയാണ് വീണ്ടും ആ ഒരു ലിവർപൂളിന്റെ ആ ഗോൾ പോസ്റ്റിന്റെ ഉള്ളിലായിട്ട്. ബെർണാർഡോ സിൽവയുടെ ആ ഒരു കിടിലൻ അസിസ്റ്റ്, ഒരു കിടിലൻ ഹെഡർ സെസ്കോന്റെ ദേഹത്ത്, സെസ്കോ ഹെഡ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ കിക്ക് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നിൽക്കുന്ന സമയത്താണ് ലിവർപൂളിന്റെ ഗോൾ കീപ്പർ അത് തട്ടിയകറ്റാൻ നോക്കുന്നത്. നേരെ സെസ്കോന്റെ ചെസ്റ്റിന്റെ താഴെ വയറിലായിട്ട് തട്ടിയിട്ട് ഗോൾ പോസ്റ്റിൽ വിളിക്കും. അപ്പോഴേക്കും വാറായി. അതാണ് ഹാൻഡ് ബോളിന്റെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ഹാൻഡ് ബോൾ എന്നാണ് പറയുള്ളൂ. അപ്പൊ പിന്നെ അത് വാറൊക്കെ ചെക്ക് ചെയ്തു, റിവ്യൂ ഒക്കെ കൊടുത്ത് അത് കറക്റ്റായി കാണുമ്പോൾ അത് ജസ്റ്റ് കയ്യിൽ തട്ടി തന്നെ തോന്നും. അങ്ങനെ സൂമൊക്കെ ചെയ്ത് ലാസ്റ്റ് അത് ഗോളായിട്ട് അങ്ങനെ 2-0 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിച്ചിരിക്കുന്നു. പിന്നെ രണ്ടും തിരിച്ച് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലിവർപൂൾ ഒരു ഭാഗത്ത് ഒരു ഗോൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കിട്ടുന്ന ഭാഗങ്ങളൊക്കെ കൗണ്ടറിലൂടെ ഗോൾ അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. 2 ടീമിനും ഫസ്റ്റ് ഹാഫിൽ 1-2 ചാൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ 2-0 കളി അവസാനിക്കുകയാണ് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് തുടങ്ങിയില്ല ലിവർപൂളിന്റെ ഒരു കിടിലൻ. അതെന്ന് പറഞ്ഞാൽ കിടിലൻ എന്താ ഇവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഒരു മിഡ്ഫീൽഡ് 11-ാം നമ്പർ ആ ചങ്ങയുടെ മാനോ ആണോ തോന്നുന്നു. അപ്പൊ ആളുടെ ഒരു മിസ്റ്റേക്കില് സബോസ്ല ചങ്ങായിയാണ് ലിവർപൂളിന് വേണ്ടി ഇപ്പോഴും എന്താ പറഞ്ഞാൽ 100% കൊടുത്ത് കളിക്കുന്നത്. ഈ ചങ്ങായി കൊണ്ടുപോയിട്ട് ഒറ്റയ്ക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ആ തന്നെ ഡിഫൻഡർമാരൊക്കെ അവിടെ നിന്ന് സ്ലൈഡിലൂടെ ചരിഞ്ഞിട്ട് ഒരു ചിപ്പ് സാധനം വിടുന്നുണ്ട്. കർവില് അങ്ങനെ ഗോൾ പോസ്റ്റിനുള്ളിൽ കയറി പോകണം. അങ്ങനെ ഒരു ഗോളിന്
ഒരു ഗോൾ തിരിച്ചടിക്കണം. അതിനുശേഷം വീണ്ടും 55 മിനിറ്റിൽ ഒരു കിടിലൻ ഗോൾ. എന്താ പറഞ്ഞാല് എന്താ പറയാ, ആ ഒരു ഗോൾ വന്നപ്പോഴാണ് ലിവർപൂൾ ആ ഫസ്റ്റ് ഗോൾ സെബാസ്റ്റ്യന്റെ ഗോൾ വന്ന ശേഷമാണ് പിന്നെ നന്നായിട്ട് ഉണർന്ന് കളിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പോക്കിലൂടെ രണ്ടാമത്തെ ഗോളും സ്വന്തമാക്കി. അങ്ങനെ 2-2 സമനിലയിൽ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണവും പ്രത്യാക്രമണവും കിടില മത്സരമായിരുന്നു. അങ്ങനെ 77-ാം മിനിറ്റിൽ മെഹ്നോന്റെ ഒരു കിടിലൻ ഗോളിലൂടെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലീഡ് നേടുന്നത്, 3-2 ലീഡ് നേടുന്നത്. അത് എന്താ പറഞ്ഞാല് ചങ്ങായി ഇപ്പൊ 5 വർഷ കരാറൊക്കെ പുതുക്കിയിട്ട് വന്നിട്ട് ആ വിന്നിംഗ് ഗോളും കൂടി അടിച്ചിട്ട് ആ ഒരു സെലിബ്രേഷൻ ഉണ്ടല്ലോ, ഗംഭീരായിരുന്നു. അങ്ങനെ 77 മിനിറ്റിൽ ആ ഗോൾ വീണോടുകൂടി പിന്നെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും അതേപോലെ ലിവർപൂളിനും കിടിലൻ ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ 1-2 ഗോൾ കീപ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഒരു ഷോട്ടൊക്കെ ഔട്ട് ഓഫ് ദ ബോക്സിലേക്കാണ് പോയത്. അങ്ങനെ 3-2 വിജയിച്ചു. പക്ഷെ ഈ 2 ഗോളും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരിക്കൽ ഡിഫൻഡറിന്റെയും അതേപോലെ തന്നെ രണ്ടാമത്തെ ഗോൾ വീണത് ആ ഗോൾ കീപ്പറിന്റെ മിസ്റ്റേക്കാണ്. ഗോൾ കീപ്പർ ഇട്ടുകൊടുത്ത ആ ഗോൾ നേരത്തെ മാക്കാലിസ്റ്ററിന്റെ, മാക്കാലിസ്റ്റർ നേരെ കൊടുക്കുന്നത് സെബോസിലെ നേരെ കൊടുക്കുന്നത് ഗ്യാക്പോക്ക് അടിച്ചുള്ളി കയറ്റുന്നു. ഒരു ടിക്കിട്ടാക്ക ആ ഒരു പെട്ടെന്നുള്ള. അങ്ങനെ ആ ഇല്ലെങ്കിൽ ഇന്ന് ലിവർപൂൾ ഒന്നല്ലായിരുന്നു. ലിവർപൂളിന് കിടിലൻ അവസരങ്ങൾ കിട്ടിയത്, പക്ഷെ ഗോളാക്കി മാറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. ആ 2 മിസ്റ്റേക്കുകളും കൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഭാഗത്ത് പറ്റില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ആലോചിച്ച് നോക്കി. അപ്പോ ചുവപ്പും കൂടി കളിച്ചപ്പോ അതിൽ ഒരു ചുവപ്പ് ഗംഭീരമായിട്ടുള്ള വിജയം നേടിക്കണം. 3-2 വിജയം നേടി. അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടിക്കണം. അപ്പൊ നമുക്ക് ഇവരുടെ കളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. 2 ടീമും നല്ല പെർഫോമൻസ് ആണ്. പക്ഷെ വിജയം വേണം. വിജയിച്ചാലേ 3 പോയിന്റ് കിട്ടുള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കണം. അപ്പൊ അതിൽ ഒരു പിടിയല്ല, ഒരു 5-6 പിടി മുന്നിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ ആയിരുന്നു. നമുക്ക് സ്റ്റാറ്റസ് നോക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 17 ഷോട്ടുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എടുത്തത്. അതിൽ 5 എണ്ണം ഓൺ ടാർജറ്റിലേക്ക് ആയപ്പോൾ ലിവർപൂൾ 12 ഷോട്ടുകൾ എടുത്താലും 4 എണ്ണം മാത്രമാണ് ഓൺ ടാർജറ്റിലേക്ക് വന്നത്. 39% മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കയ്യിൽ ബോൾ ഉണ്ടായിരുന്നത്. അവിടെ 61% ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു. ബോൾ കുറെ കയറും കാലിൽ. എന്താ പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ 2 ഗോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ കിട്ടിയത്. പിന്നെ പരമാവധി ഡിഫൻസ് ഡിഫൻസ് എന്നറിയോ, ഒരു തരത്തിലും ലിവർപൂളിന് അതിന്റെ ഉള്ളിൽ കയറ്റാൻ വിടാതെ സെക്കൻഡ് ഹാഫിലായപ്പോൾ കളി നേരെ തിരിച്ചു പിടിക്കാൻ ലിവർപൂൾ. 84% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. 88% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു ലിവർപൂളിന്. 12 ഫോളും ഇവിടെ 11 ഫോളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 യെല്ലോ കാർഡ് 2 ടീമിന് കിട്ടിയിട്ടുണ്ട്. 4 ഓഫ് സൈഡ്, അവിടെ 3 ഓഫ് സൈഡ് വിൻ ചെയ്തത്. കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ 3 കോർണേഴ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും 2 കോർണേഴ്സ് ലിവർപൂളിനും വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ആഘോഷം തുടങ്ങിയല്ലേ മക്കളെ. അപ്പോൾ അടുത്ത സീസണിൽ എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗ് ഉണ്ടാവും. ഇതേ വീറും വാശിയിൽ പോകണമെങ്കിൽ അടുത്ത സീസണിൽ മൈക്കൽ കാരിക്കിനെ അങ്ങോട്ട് ഉറപ്പിക്കുക, ഇനി കോൺട്രാക്ട് അങ്ങോട്ട് സൈൻ ചെയ്യുക. 2-3 കൊല്ലത്തിന് കളിപ്പിക്കട്ടെ ചങ്ങായി. അപ്പോൾ എന്തായാലും കോൺട്രാക്ട് ചെയ്തിട്ട് അടുത്ത സീസണിൽ 1-2 ട്രോഫികൾ, ചുരുങ്ങിയത് 1-2 ട്രോഫികൾ ആ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഷെൽഫിൽ കയറ്റി വെക്കാതെ ചങ്ങായി പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.